അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തും പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസം മുഹറം മാസത്തിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് വലിയ വിജയം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മഹത്തായ ഒരു സൂറത്താണ്. അല്ലാഹു ഒരുപാട് ഐശ്വര്യം നമുക്ക് നൽകപ്പെടുന്ന സൂറത്താണ്. ഐശ്വര്യം, ബർക്കത്ത്, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ, അതുപോലെ തന്നെ അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കാനുള്ള ഒരു മഹത്തായ ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ പാരായണം ചെയ്താൽ വലിയ വലിയ മഹത്വങ്ങൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ തേടിയെത്തുന്നതാണ്. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പേര് പല പ്രയാസങ്ങളുള്ളവരും രോഗമുള്ളവർക്കൊക്കെ ഈ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അത് എങ്ങനെ പാരായണം ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ കടമുള്ളവർ, ജോലിയില്ലാത്തവരുടെ, ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സൂറത്ത് ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് ഒരു വലിയ വിജയം നൽകുന്നതാണ്. പടച്ചവനെ, നീ ഞങ്ങൾക്കൊരു വലിയ വിജയം നൽകണേ. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഈ സൂറത്ത് ഓതേണ്ടിയുള്ളത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ എന്താണ് ഇതിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ നിങ്ങൾ നിലകൊള്ളുന്നത് വലിയ മഹത്വമുള്ള ഒരു മാസത്തിലാണ്, വലിയ അനുഗ്രഹമുള്ള മുഹറം മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമ്പിയാക്കൾക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്ത പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ്. മദീന പള്ളിയിൽ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ പള്ളിയാകെ സഹാബത്തിനെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സമയമാണ്. എല്ലാവരും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് നമുക്ക് എന്ത് അറിവാണ് പഠിപ്പിച്ചു തരുന്നത് എന്ന് സഹാബത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ്. പടച്ചോനെ, അവരൊക്കെ നമസ്കാരം കഴിഞ്ഞ് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പള്ളിയിലിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ ആരും പോകരുത്, ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് മാത്രമേ നിങ്ങൾ പോകാവൂ. ഇത് കേട്ട സഹാബത്തിന് വലിയ സന്തോഷമായി. സുബ്ഹാനല്ലാഹ്, സഹാബത്തിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ് പഠിപ്പിച്ചു തരുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി അവരിങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പായി പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് ഓതിയിട്ട് മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങാവൂ. സുബ്ഹാനല്ലാഹ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിക്കുകയാണ്. ഇത് കേട്ട് സഹാബത്തിന് ഭയമായി. കൂട്ടത്തിലൊരു സഹാബി എഴുന്നേറ്റ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആർക്കാണ് നബി ഇതിന് കഴിയുക? ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇശാ നമസ്കാരവും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ പാതിരാ നേരമാകുമല്ലോ നബിയെ. പിന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് 1000 ആയത്ത് ഓതാൻ എവിടെയാണ് പൊന്നാര നബിയെ നമുക്ക് സമയം കിട്ടുക? അങ്ങനെ ഓതിയാൽ തന്നെ നേരം പുലരുവോളം നമ്മൾ ഓതേണ്ടവരില്ലേ നബിയെ? നമുക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ യാ റസൂലല്ലാഹ്. ഇനി നമ്മൾ 1000 ആയത്ത് ഓതാം എന്ന് വാക്ക് തന്നാൽ അത് നമുക്ക് ഓതാൻ കഴിയുമോ? അത് നമുക്ക് പ്രയാസമാകുമോ എന്ന് സഹാബത്തിന്റെ ചോദ്യം. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുകയാണ്, നിങ്ങൾ 1000 ആയത്ത് ഓതാൻ പ്രയാസമാണ് എങ്കിൽ വേണ്ട, 1000 ആയത്ത് ബുദ്ധിമുട്ടാണ് ഓതാൻ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്, അത് എല്ലാ ദിവസവും നിങ്ങൾ രാത്രി പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇതിന്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചരിത്രം പറഞ്ഞത്. അപ്പൊ ഈ സൂറത്തിന്റെ മഹത്വം ഒറ്റ പ്രാവശ്യം ഈ സൂറത്ത് നമ്മൾ ഓതിയാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അല്ലാഹു തരുമെന്ന് നബിയനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ആ സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു തവണ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു തവണ പാരായണം ചെയ്തൂടെ? ഒറ്റ പ്രാവശ്യം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ആ സമയത്ത് സഹാബാക്കൾക്ക് വല്ലാത്ത ആവേശമായി. അവർ ചാടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അങ്ങനത്തെ ഒരു സൂറത്ത് ഖുർആനിലുണ്ടോ നബിയേ? ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലേ, അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അല്ലാഹുവിന്റെ റസൂലോട് പറയാണ്, അത് ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മഹത്തായ ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ആ സൂറത്ത് എന്നറിയാമോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നാം ഓതാറുള്ള ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ് സൂറത്ത് തകാസുർ. ഏതാണ് സൂറത്ത്? സൂറത്ത് തകാസുർ.
സൂറത്ത് തകാസുർ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഓതി തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ സൂറത്തിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. വിധങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സൂറത്ത് നിങ്ങൾ ഒന്ന് പാരായണം ചെയ്തേ. എന്നും രാത്രി ഒരു തവണ ഓതിയാൽ ഖുർആനിൽ നിന്നും 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്നതാണ്. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സയ്യിദനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നബിയേ ഇതെന്തൊരു അത്ഭുതമാണ്, ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ടല്ലോ നബിയേ, ഈ സൂറത്ത് ആ സൂറത്തിനൊന്നുമില്ലാത്ത മഹത്വം ഈ ചെറിയ സൂറത്തിന് എങ്ങനെ ഉണ്ടായി നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഉമറേ, മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന, മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന ആയത്തുകൾ ഈ സൂറത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഇത്രയും മഹത്വം വരാൻ കാരണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണ് നബിയെ ആ സൂറത്ത് സഹാബാക്കൾ ചോദിച്ചപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറത്ത് ഓതി കൊടുത്തു. അല്ലാഹു ആ ചെറിയ സൂറത്തിൽ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യന്റെ ആർത്തിയെ കുറിച്ച് പറഞ്ഞു, ഖബറിനെ കുറിച്ച് പറഞ്ഞു, മഹ്ശറയെ പറ്റി പറഞ്ഞു. മഹ്ശറയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ ആ സമയം നിങ്ങൾ എന്റെ അടുക്കൽ എത്തിപ്പെടുന്നതാണ്. എന്റെ അടുക്കൽ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് നാം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങളോട് വിചാരണ ചെയ്യപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ എത്രത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. നമ്മളോട് പഠിച്ച എത്രയോ പേര് നമ്മളോട് അവർ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ ധാരാളം അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, നീ തന്ന അനുഗ്രഹങ്ങളൊക്കെ ഈ ഭൂമിയിൽ നീ നിലനിർത്തണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് നീ അകറ്റണേ അല്ലാഹ്. അങ്ങനെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ചെല്ലാം നിങ്ങളോട് ചോദിക്കപ്പെടുമെന്ന് ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. ആ ആയത്ത് മനുഷ്യ മനസ്സുകൾ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ആ ആയത്ത് ഇതിൽ ഉണ്ടായത് കൊണ്ട് ഈ സൂറത്തിന് ഇത്രയും മഹത്വം ഉണ്ടായ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാം ഈ സൂറത്ത് ഓതാനുള്ള തൗഫീഖ് പടച്ചവൻ നമുക്ക് തരുമാറാകട്ടെ. നമുക്ക് നോക്കാം ഇനി മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ലാഹുവിന്റെ ആരിഫീകൾ ഈ സൂറത്ത് മുടങ്ങാതെ ഓതുന്നവർക്ക് ഒട്ടനവധി പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് കാണാം. ഈ സൂറത്ത് ഒരു വേദന സംഹാരി കൂടിയാണ്. നമ്മുടെ വേദനകൾക്ക് ഒരു സംഹാരിയാണ്. നമുക്ക് തലവേദന വരുന്ന സമയത്ത് നമ്മുടെ ചൂണ്ടുവിരൽ നെറ്റിയുടെ ഭാഗത്ത് വെച്ചിട്ട് ഈ സൂറത്ത് 1 വട്ടമോ 3 വട്ടമോ പാരായണം ചെയ്യുക. നമുക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടും. നമ്മുടെ തലവേദന അത്ഭുതകരമായി മാറിക്കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു മഹത്വം, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ ഒരു കാരണമാണ്. കടബാധ്യതകളുള്ളവർ, കടങ്ങളുള്ള മുഅ്മിനീങ്ങൾ, ഈ സൂറത്തിന്റെ മഹത്വങ്ങൾ പറയാം. കടബാധ്യത ഉള്ളവർ കാണുമല്ലോ, അവർ ഇശാ നമസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്ർ ദുആകളും കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി 17 ദിവസം, എത്ര ദിവസമാണ്? 17 ദിവസം 170 പ്രാവശ്യം ഓതണം. ചെറിയ സൂറത്ത്, ഒരു ദിവസം 120 വെച്ച് 17 ദിവസം 170 പ്രാവശ്യം നമ്മൾ ഓതണം. ഓരോ ദിവസവും 170 പ്രാവശ്യം ഓതണം. അങ്ങനെ 17 ദിവസം ഓതിയാൽ അല്ലാഹുവിന്റെ സഹായം നിനക്ക് കിട്ടുന്നതാണ്. നീ ഇതെല്ലാം ഓതി കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ദുആ ചെയ്യണം. പടച്ചവനെ, എന്റെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ്. ഞാൻ ഈ സൂറത്ത് പാരായണം ചെയ്തതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ് എന്ന് നീ ദുആ ചെയ്യുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുന്നതാണ്. കണ്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ കടമുള്ളവർ ഇങ്ങനെ ചെയ്യുക. ഐശ്വര്യം, ബർക്കത്ത്, സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ നല്ല മനസ്സോട് സുബഹി കഴിഞ്ഞതിന് ശേഷം 3 വട്ടം നമ്മൾ പാരായണം ചെയ്യുക. അങ്ങനെ പതിവായി പാരായണം ചെയ്തു വന്നാൽ സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരാണ് ഈ സൂറത്തിന്റെ മഹത്വം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവർ സ്വപ്നത്തിൽ കാണാനും അവരോട് സംസാരിക്കാനും വെള്ളിയാഴ്ച രാവിലെ 113 പ്രാവശ്യം
ആത്മാർത്ഥമായ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിക്കൊണ്ട് 113 വട്ടം ആത്മാർത്ഥമായി പാരായണം ചെയ്തിട്ട് ദുആ ചെയ്ത് രാത്രി കിടന്നുറങ്ങിയാൽ അതിനുള്ള അവസരം അല്ലാഹു നൽകുന്നതാണ്. മഖ്ബറകളിൽ നമ്മൾ ഖബർസ്ഥാനിൽ ചെന്നിട്ട് പുരുഷന്മാർക്ക് ഖബർ സിയാറത്ത് സുന്നത്താണല്ലോ. സിയാറത്ത് ചെയ്ത് നമ്മളെ വേണ്ടപ്പെട്ടവരുടെ അടുക്കൽ ചെന്നിട്ട് ഈ സൂറത്തുൽ ഇഖ്ലാസും ഇതാണ് സൂറത്തുൽ തകാസുറും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിട്ട് ഇതിന്റെ പ്രതിഫലം ഇവിടെ കിടക്കുന്ന ഖബറാളികൾക്ക് കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ അവിടെ ആ പള്ളിക്കാട്ടിൽ മുഅ്മിനീങ്ങൾ കാണുമല്ലോ. അവർ ശഫാഅത്തിനായി നമുക്ക് വേണ്ടി പരലോകത്ത് വരുന്നതാണ്. അവർ നമ്മളെ ചൂണ്ടിക്കാണിച്ച അല്ലാഹുവിനോട് സ്വർഗം കൊടുക്കാൻ പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ ശഫാഅത്ത് കിട്ടാൻ അത് മതിയാകുന്നതാണ്. അപ്പം നമ്മൾ ഖബർസ്ഥാനിലൊക്കെ പുരുഷന്മാർ ചെന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് സൂറത്തുൽ തകാസുറും നേരത്തെ ഞാൻ ഓതിയ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് അല്ലാഹുവേ ഇതിന്റെ മിഥിൽ തവാബി ഖബറിൽ കിടക്കുന്ന ആൾക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി നാളെ നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ശുപാർശയെ പടച്ചവനെ അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ഈ മഹത്തായ സൂറത്ത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. പടച്ചവനെ കരുണക്കടലായ അല്ലാഹ്, ഞങ്ങളോട് ഈ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മഹത്വങ്ങൾ പറഞ്ഞ മജ്ലിസാണ് റബ്ബേ. ഈ മഹത്വങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട ഈ മുഹറം മാസത്തിൽ പടച്ചവനെ നിന്റെ അമ്പിയാക്കൾക്ക് നീ ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയവനാണ്. ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളെല്ലാം ഞങ്ങളിൽ നിന്ന് അകറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പലരും രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീര വേദനകൾ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ അല്ലാഹു ഭവനം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പലരും വാടക വീടുകളിലാണ്. സ്വന്തമായ ഒരു ഭവനം നീ നൽകണേ അല്ലാഹ്. അതിനെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ പലരുടെയും ഭവനങ്ങൾ പണി നടക്കുകയാണ്. പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. തടസ്സങ്ങളെല്ലാം നീ നീക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ പടച്ചവനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ജോലികളെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ പടച്ചവനെ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അസൂയയിൽ നിന്നും മരണക്കാരുടെ മരണത്തിൽ നിന്നും കൂടത്തരങ്ങളിൽ നിന്നും അല്ലാഹുവേ, സർവ്വ ശത്രുക്കളിൽ നിന്നെല്ലാം പടച്ചവനെ, കള്ളന്മാരുടെ ശത്രുക്കളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ അക്രമത്തിൽ നിന്നെല്ലാം ഞങ്ങളെ നിങ്ങളെ മക്കളെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.